ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ് യു ആർ എ ന്യൂ വ്യൂവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ടതില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കുട്ടി സെൻറ്റൻസുകളാണ്. നമുക്ക് പലപ്പോഴും കുട്ടികളോടും അതേപോലെ തന്നെ മുതിർന്നവരോടും സംസാരിക്കേണ്ടതായിട്ട് വരുന്ന ചില സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് കുട്ടി സെൻറ്റൻസ് ആണ്. എന്താണ്? വേക്കപ്പ്. നമ്മൾ എല്ലാ ദിവസവും സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീട്ടിൽ പതിവായിരിക്കും, കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുക എന്നുള്ളത്. സ്കൂളിൽ ഇപ്പോൾ നല്ല മഴയാണ്, ഇപ്പോൾ കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുള്ള സമയമാണല്ലോ അല്ലേ. നമ്മൾ മിക്കവാറും പറയുന്നതാണ് കുട്ടികളോട് എന്ത്? വേക്കപ്പ്. വേക്കപ്പ് മീൻസ് ഉണരുക. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണരുക. വേക്കപ്പ് ഉണരുക. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത സിമ്പിൾ 2 സെൻറ്റൻസുകളും കൂടി പരിചയപ്പെടാം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേൽക്കുക. വേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉണരുക, ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേൽക്കുക. ഗെറ്റപ്പ് മീൻസ് എഴുന്നേൽക്കുക. അതേപോലെ സ്റ്റാൻഡപ്പ് മീൻസ് എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക. അടുത്തത് ഷോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക, മീ എന്നെ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഷോമി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ കാണിക്കുക. നമ്മുടെ ഹോംവർക്കുകളും കാര്യങ്ങളും ബുക്കുകളും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ആ സമയത്ത് നമുക്ക് കുട്ടികളോട് പറയാം എങ്ങനെ? ഷോമി എന്നെ കാണിക്കുക. അടുത്തത് റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇതെന്താണ്? റിപ്പീറ്റ് മീൻസ് ആവർത്തിക്കുക, ആഫ്റ്റർ ശേഷം, മീ എനിക്ക് അല്ലെങ്കിൽ എന്നെ എന്നൊക്കെ പറയാം. റിപ്പീറ്റ് ആഫ്റ്റർ മീ, എനിക്ക് ശേഷം ആവർത്തിക്കുക. എനിക്ക് ശേഷം ആവർത്തിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പറയാം? റിപ്പീറ്റ് ആഫ്റ്റർ മീ. മഴക്കാലമൊക്കെയാണ്, അപ്പോൾ അസുഖങ്ങളുടെയൊക്കെ ഒരു സീസണാണ്. അപ്പോൾ നമ്മൾ കുട്ടികളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. എന്താണ്? ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. ഈ സെൻറ്റൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പം ഇംഗ്ലീഷ് സെൻറ്റൻസ് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ തുടക്കം ലെവലിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. കാരണം പല സെൻറ്റൻസുകളും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. എന്തായിരിക്കും ഇതിൻ്റെ മീനിങ്? ഡോണ്ട് ഡ്രിങ്ക്, കുടിക്കരുത്. എന്താണ് കുടിക്കാൻ പാടില്ലാത്തത്? കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം അല്ലേ. അപ്പം സെൻറ്റൻസ് എന്താണെന്ന് പിടുത്തം കിട്ടിയല്ലോ അല്ലേ. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ മീൻസ് തണുത്ത വെള്ളം കുടിക്കരുത്. ഡോണ്ട് ഡ്രിങ്ക് കോൾഡ് വാട്ടർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. ഉണ്ടാക്കരുത്. എക്സ്ക്യൂസസ് ഒഴിവുകഴിവുകൾ അല്ലേ. ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ് എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? ഒഴിവുകഴിവുകൾ പറയരുത്, അല്ലെങ്കിൽ ഒഴിവുകഴിവുകൾ ഉണ്ടാക്കരുത് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ. ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. നെക്സ്റ്റ്, I'll catch you soon. I will catch you soon. ഞാൻ ചെയ്യും അല്ലേ. I will catch, ഞാൻ നിന്നെ പിടിക്കും എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഞാൻ നിന്നെ ഉടനെ പിടിക്കും. എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പിടിച്ചോളാം എന്ന് പറയൂലേ കുട്ടികളോട്. ഞാൻ നിന്നെ പിടിച്ചോളാം, അതെങ്ങനെ പറയാം? I'll catch you soon. ഞാൻ നിന്നെ ഉടനെ പിടിക്കും. Are you joining us? നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുകയാണോ? Are you joining us അല്ലെങ്കിൽ Are you joining with us എന്നൊക്കെ പറയാം അല്ലേ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുകയാണോ? നെക്സ്റ്റ്, everything is fine. എല്ലാം ശരിയാണ്. everything is fine. നെക്സ്റ്റ്, get out of my sight. Get out എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്തു പോവുക. Get out of my sight, എൻ്റെ കൺമുന്നിൽ നിന്ന് പുറത്തു പോകുന്നൊക്കെ നിങ്ങൾ പറയൂ അല്ലേ. അപ്പോൾ ആ രീതിയിൽ പറയുന്ന സെൻറ്റൻസ് ആണ് എന്ത്? Get out of my sight, എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകണം എന്നൊക്കെ പറയില്ലേ. അല്ലെ എൻ്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോന്നൊക്കെ ചില സാഹചര്യങ്ങളിൽ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് എന്ത്? ഗെറ്റ് ഔട്ട് ഓഫ് മൈ
sight. Next, don't lie to me. Don't lie to me. Don't lie to me. Lie means കള്ളത്തരം അല്ലെങ്കിൽ കള്ളം. Don't lie to me. എന്നോട് കള്ളം പറയരുത്. Don't lie to me. എന്നോട് കള്ളം പറയരുത്. Don't lie to me. Finish your food quickly. Finish your food quickly. Finish പൂർത്തിയാക്കുക. Food ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്നൊക്കെ പറയാം. Quickly പെട്ടെന്ന്. നിങ്ങളുടെ ഭക്ഷണം പെട്ടെന്ന് പൂർത്തിയാക്കുക. Finish your food quickly. Finish your food quickly. നിങ്ങളുടെ ഭക്ഷണം പെട്ടെന്ന് പൂർത്തിയാക്കുക. Finish your food quickly. Next, don't nag me. Don't nag me. Nag means N-A-G. Nag means disturb. അതായത് ശല്യം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഇവിടെ don't nag me. എന്നെ ശല്യപ്പെടുത്തരുത്. നമ്മൾ don't disturb me എന്ന് പറയൂ അല്ലേ. അപ്പോൾ ആ ഡിസ്റ്റർബിന് പകരം ഇതൊരു ന്യൂ വേർഡാണ്. N-A-G. നോട്ട് ചെയ്ത് വയ്ക്കുക. N-A-G. nag മീൻസ് ശല്യപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ശല്യം എന്നുള്ള മീനിങ് വരുന്നു. ഇവിടെ ഡോണ്ട് നാഗ് മീ എന്നുള്ള സെൻറ്റൻസ് വരുന്ന സമയത്ത് എന്നെ ശല്യപ്പെടുത്തരുത്, അതായത് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്നുള്ള സെൻറ്റൻസിൻ്റെ സെയിം മീനിങ് ആണ് ഇവിടെ ഡോണ്ട് നാഗ് മീ എന്നുള്ളതിന് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡോണ്ട് മേക്ക് മീ ആംഗ്രി. ഡോണ്ട് മേക്ക് മീ ആംഗ്രി. ആംഗ്രി മീൻസ് ദേഷ്യം. ഡോണ്ട് മേക്ക് മീ ആംഗ്രി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എങ്ങനെ പറയാം? എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് നമ്മൾ പറയും അല്ലേ. അതിനാണ് ഡോണ്ട് മേക്ക് മീ ആംഗ്രി. നെക്സ്റ്റ്, ഡോണ്ട് കോപ്പി അതേഴ്സ്. ഡോണ്ട് കോപ്പി അതേഴ്സ്. നമ്മുടെ പേരൻസിനൊരു പരിപാടിയിട്ട് നമ്മുടെ കുട്ടികളോട് നീ അവനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇവളെ കണ്ടുപിടിക്കുന്നൊക്കെ പറയും അല്ലേ. പക്ഷെ നമ്മൾ എന്ത് പറയണം? ഡോണ്ട് കോപ്പി അതേഴ്സ്. മറ്റുള്ളവരെ പകർത്തരുത്. നമ്മുടെ കുട്ടികളും നമ്മുടെ കുട്ടികളായിട്ട് തന്നെ ഇരിക്കുക. നമ്മളെങ്ങനെയാണോ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുക. നമ്മൾ മറ്റുള്ളവരെ കണ്ട് ഒരിക്കലും കോപ്പി ചെയ്യേണ്ടതില്ല. ഡോണ്ട് കോപ്പി അതേഴ്സ്. മറ്റുള്ളവരെ പകർത്തരുത്. നോട്ട് അറ്റ് ഓൾ. നോട്ട് അറ്റ് ഓൾ. നോട്ട് അറ്റ് ഓൾ മീൻസ് ഒരിക്കലുമില്ല. ഒരിക്കലുമില്ല. നോട്ട് അറ്റ് ഓൾ. നോട്ട് അറ്റ് ഓൾ. ഒരിക്കലുമില്ല. ജസ്റ്റ് കം ഹിയർ. ജസ്റ്റ് കം ഹിയർ. ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നാൽ മതി. ജസ്റ്റ് കം ഹിയർ. ജസ്റ്റ് കം ഹിയർ. ഇവിടെ വന്നാൽ മതി. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. എന്നോട് പറ എന്താണ് സംഭവിച്ചതെന്ന്. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറ എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയല്ലേ. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് എന്ത്? ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറ. ഐ ഹാവ് നോ മണി അറ്റ് ദി മൊമെൻറ്റ്. ഐ ഹാവ് നോ മണി അറ്റ് ദി മൊമെൻറ്റ്. ഐ ഹാവ് നോ മണി അറ്റ് ദി മൊമെൻറ്റ് മീൻസ് ഐ ഹാവ് നോ മണി. എൻ്റെ പക്കലില്ല. നോ മണി അറ്റ് ദി മൊമെൻറ്റ്. പൈസ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐ ഹാവ് നോ മണി അറ്റ് ദി മൊമെൻറ്റ്. പണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. വി ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. വി ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. വി ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. വി ഡ്രിങ്ക് ഞങ്ങൾ കുടിക്കുന്നു. എന്ത്? കോഫി മീൻസ് കാപ്പി. എവറി മോർണിംഗ് എല്ലാ രാവിലെയും, എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ കാപ്പി കുടിക്കുന്നു. വി ഡ്രിങ്ക് കോഫി എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ കോഫി കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു. എനിക്ക് ചായ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടീ. ഐ ഡോണ്ട് ലൈക്ക് ടീ. ഐ ഡോണ്ട് ലൈക്ക് ടീ. ഐ ഡോണ്ട് ലൈക്ക് എനിക്കിഷ്ടമല്ല. എന്താണ് ഇഷ്ടമല്ലാത്തത്? ടീ മീൻസ് ചായ. എനിക്ക് ചായ ഇഷ്ടമല്ല. He loves to play basketball. He loves to play basketball. He loves to play basketball. അവൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. He loves to play basketball. അവൻ സ്കൂളിൽ പോകുന്നു. He goes to school. He goes to school. He goes to school. അവൻ സ്കൂളിൽ പോകുന്നു. അവൻ സ്കൂളിൽ പോകുന്നു. He goes to school. The course starts next Monday. The course
സ്റ്റാർട്ട്സ് നെക്സ്റ്റ് മൺഡേ. ദ കോഴ്സ് സ്റ്റാർട്ട്സ് നെക്സ്റ്റ് മൺഡേ മീൻസ് കോഴ്സ് അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കും. ദ കോഴ്സ് സ്റ്റാർട്ട്സ് നെക്സ്റ്റ് മന്ത്. കോഴ്സ് അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് കേൾക്കുന്ന സമയത്ത് ഇതിൻ്റെ മീനിങ് ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും എനിക്ക് മനസ്സിലാവാനും വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു തംസ് അപ്പ് അല്ലെങ്കിൽ ഒരു ലൈക്ക് എന്തായാലും മതി. നിങ്ങളുടെ ആ ഒരു റിപ്ലൈയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാൻ പിന്നെ ആരും മറന്നു പോവുകയല്ലോ അല്ലേ. ഇനി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.